പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഉടനടി വാർത്ത നിൽക്കുന്നത് ഇന്നിപ്പം പ്ലാച്ചേരി പൊന്തമ്പഴ റൂട്ടിലാണ് കേട്ടോ. ഒന്ന് വീഡിയോ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. ഇതൊന്നും അല്ല കേട്ടോ, ഒത്തിരി വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ള ഈ താരം കേട്ടോ. ഈ വേസ്റ്റ് തള്ളുന്നതിനെ പറ്റി നമ്മുടെ മനുഷ്യന്മാർ ചെയ്യുന്ന പരിപാടി യാതൊരു മര്യാദയുമില്ലാതെ ഈ റോഡിന് ഇരു സൈഡും പൊന്തമ്പുഴ മുതൽ പ്ലാച്ചേരി വരെ 2 കിലോമീറ്ററേ ഉള്ളൂ റോഡ് കേട്ടോ. വേസ്റ്റ് കൊണ്ട് തള്ളുക. നിങ്ങളതിൻ്റെ ബുദ്ധിമുട്ടറിയണമെങ്കിൽ നിങ്ങൾ ഇതുവഴി യാത്ര ചെയ്യുന്നവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഒരു 10 മിനിറ്റ് ഈ റോഡിൽ സൈഡിലൊന്ന് നിൽക്കുക. കൊടും വെയിലത്തെ ചൂടിലോ നിങ്ങളൊന്ന് നിന്ന് നോക്കുക. പ്രകൃതിയുടെ കനിവ്, പ്രകൃതിയുടെ അനുഗ്രഹം കാണെങ്കിൽ, തണുപ്പറിയണമെങ്കിൽ, ശുദ്ധമായി ശ്വസിക്കണമെങ്കിൽ ഇത് ശുദ്ധമായി ശ്വസിക്കത്തില്ല കേട്ടോ. ദുർഗന്ധമാണ്. എല്ലായിടത്തു നിന്നും വേസ്റ്റ് കൊണ്ട് തള്ളാൻ പറ്റിയൊരൊറ്റ സ്ഥലമായിട്ട് ഈ പ്ലാച്ചേരി പൊന്തമ്പുഴ റോഡിൻ്റെ ഇരു സൈഡും മാറ്റിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ഞാനിത് പറഞ്ഞപ്പോൾ ഓർക്കുകയാണ്. കാരണം മുക്കട എരുമേലി റോഡ് വനത്തിൽ റോഡ് ഈ കഴിഞ്ഞിടെ സന്നദ്ധ സംഘടനകൾ, വിവിധ സംഘടനകൾ 2 സൈഡും വൃത്തിയാക്കിയതാണ്. ഇപ്പം നിങ്ങൾ പോയി നോക്കി, അവിടെ വീണ്ടും കൊണ്ട് വേസ്റ്റ് തള്ളുകയാണ്. ഈ കൂടി വന്നാൽ ഈ പ്ലാച്ചേരി പൊന്തമ്പഴ റോഡ് 2 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. ഇവിടെ കൂടി വന്ന ഒരു 10 ക്യാമറ വെച്ചാൽ മതി, ഈ തട്ടുന്നവരെ പിടിക്കാൻ സാധിക്കും. ഇതൊന്നും അല്ല കേട്ടോ, ഇതൊക്കെ ഇഷ്ടം പോലെ അങ്ങനെ കിടക്കുക. മല പോലെ കുന്നുകൂടി ചാക്ക് കണക്കിനാണ് കൊണ്ട് തള്ളുന്നത്. അപ്പം നമ്മുടെ ബന്ധപ്പെട്ട പഞ്ചായത്തുകളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവരെ പിടികൂടാൻ സാധിക്കും, കനത്ത ശിക്ഷ കൊടുക്കാനും സാധിക്കും, നല്ല വൻ ഫൈന് കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഇനി മേലിൽ ഇത്തരം സ്ഥാപനങ്ങൾ തട്ടുവാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള കനത്ത ശിക്ഷ കൊടുത്താൽ ഒരു പരിധി വരെ ഈ വേസ്റ്റ് കൊണ്ട് തള്ളുന്നത് തടയാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ അങ്ങോട്ട് നിങ്ങൾക്ക് വീഡിയോ കാണാം. അങ്ങ് നേരെ നോക്കുകയാണെങ്കിൽ അങ്ങ് വരെയും സൈഡിൽ തട്ടിയേക്ക് കേട്ടോ. ഇതൊക്കെ നികൃഷ്ടമായ പരിപാടിയാണ് കാണിക്കുന്നത്, ഈ പ്രകൃതിയെ ദ്രോഹിക്കുന്നത്. ആരും ആയിക്കോട്ടെ, വ്യാപാരികളായിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ, വീട്ടിലെ വേസ്റ്റ് ആകട്ടെ, അതുപോലെ വ്യാപാര സ്ഥാപനങ്ങളിലെ വേസ്റ്റ് ആകട്ടെ, അവരുടെ ഉറവിടത്തിൽ തന്നെ അവരുടെ സ്ഥലത്തിൻ്റെ സ്വന്തം കുഴിയെടുത്തുകൊണ്ട് അവർ ഈ വേസ്റ്റ് തട്ടിയാൽ യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഇവിടെ മറിച്ച് ചെയ്യുന്നതിന് സമൂഹത്തെ മൊത്തം തീർക്കുക. കാരണം വേറൊന്നുമല്ല, പ്രകൃതിയെ ദ്രോഹിക്കുന്നു, യാത്രക്കാരെ ദ്രോഹിക്കുന്നു, ജനങ്ങളെ ദ്രോഹിക്കുന്നു. അതാണ് നടന്നു വരുന്നത്. ബന്ധപ്പെട്ട പഞ്ചായത്ത്, ഞാൻ പഞ്ചായത്ത് എന്ന് പറയാൻ കാരണം ഇത് മണിമല പഞ്ചായത്തും എരുമേലി പഞ്ചായത്തും കൂടെ ഒന്ന് മനസ്സ് വെച്ചാൽ, കൂടി വന്ന ഈ 2 സ്ഥലത്തായിട്ട് ഒരു 20 ക്യാമറ വെച്ചാൽ സുഖമായിട്ട് ഇവരെ പിടിക്കാൻ പറ്റും. അതിന് ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുമെന്ന് ഞാൻ പ്രതീക്ഷയോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത വാർത്തയുമായി ഉടനടി വാർത്ത നിങ്ങളുടെ മുമ്പിലെത്തും. ഓക്കെ, താങ്ക് യു.